നമസ്കാരം. സർക്കാർ ഉദ്യോഗസ്ഥരുടെയും ജീവനക്കാരുടെയും പെൻഷൻകാരുടെയൊക്കെ നിരവധി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടുതലും സങ്കടത്തിൻ്റെ കഥകളാണ് നമുക്ക് പറയാനുള്ളത്. ഇന്ന് രാവിലെ ഒരാൾ എനിക്കൊരു മെസ്സേജ് അയച്ചു. എനിക്ക് പരിചയമുള്ള ആളല്ല, ഒരു നീണ്ട മെസ്സേജാണ്. ഞാൻ മെസ്സേജ് വായിക്കുന്നില്ല. പക്ഷേ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം 20 വർഷത്തിലധികമായി കേന്ദ്ര സർക്കാരിൻ്റെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തു. അവിടെ EPF ആണുള്ളത്, എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടാണുള്ളത്. 950 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്നത്. പിന്നെ അത് വാങ്ങാൻ പോകാൻ തന്നെ ബാങ്കിൽ പോയി എടുക്കണമെങ്കിൽ തന്നെ ചെറിയ പൈസ ഒരു ആട്ടോ പിടിച്ച് പോകണം. പിന്നെ ആരോഗ്യം ഇല്ലാത്തൊരാളാണ്, തിരിച്ച് ആട്ടോ പിടിച്ച് പോകണം. അങ്ങനെ തന്നെ 100 രൂപ 200 രൂപ വരെ അങ്ങനെ തന്നെ പോകും. പിന്നെ 750 രൂപ വെച്ചാണ് അദ്ദേഹം ജീവിക്കേണ്ടത്. എങ്ങനെയാണ് ഒരു 750 രൂപ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം എത്ര രൂപ വരുന്നു? ചായ കുടിക്കാനുള്ള പൈസ പോലും കിട്ടാത്ത രീതിയിലാണ് അവരുടെ പോക്ക്. ഇത് വളരെ കഷ്ടമാണ്. ഇത് 650 രൂപ 650 എന്ന് അത് കഴിഞ്ഞാണ് ഞാൻ ഈ ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് വായിക്കുന്നതിന് കുറച്ച് മുമ്പ് 9 മണിക്കാണെങ്കിൽ മെസ്സേജ് വരുന്നത്. 9:05 8:50 8:15 തന്നെ വേറൊരാൾ വിളിച്ചു. അദ്ദേഹം കോഴിക്കോട് നിന്നാണ് വിളിച്ചത്. അദ്ദേഹവും 650 രൂപയാണ് അദ്ദേഹത്തിന് കിട്ടുന്ന EPF പെൻഷൻ. വളരെ സങ്കടമാണ് EPF പെൻഷൻകാരുടെ കാര്യത്തിൽ. ഇതിനകത്ത് കേരള സർക്കാരായാലും കേന്ദ്ര സർക്കാരിൻ്റെ സ്കീമാണ്. അത് കേരള സർക്കാർ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. പക്ഷേ കേരളത്തിലാണ് സേവനം കൊടുക്കുന്നത് എല്ലാവരും. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനമായാലും സേവനം കിട്ടുന്നത് കേരളത്തിലെ ജനങ്ങൾക്കാണല്ലോ. ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് കേന്ദ്രത്തിൻ്റെ സ്ഥാപനമാണ്, പക്ഷേ സേവനം മുഴുവൻ കിട്ടുന്ന കേരളത്തിലുള്ള ആളുകൾക്കല്ലേ. ടെലഫോൺ ഇതെല്ലാം ഏത് ഓഫീസ് എടുത്താലും സേവനം കിട്ടുന്ന അതാത് സ്റ്റേറ്റിലെ ജനങ്ങൾക്കാണ്. അതുകൊണ്ട് തന്നെ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും ഒന്ന് കൈവയ്ക്കേണ്ട മേഖലയാണ്. മിനിമം ഒരു 10,000 രൂപയെങ്കിലും ഓരോരുത്തർക്കും കൊടുക്കുകയും വാർഷികത്തിൽ ഒരു 1000 രൂപയുടെ ഇൻക്രിമെൻറ്റും കൊടുക്കേണ്ടതാണ് എല്ലാ EPF പെൻഷൻകാർക്കും. അത് വലിയൊരു സാമൂഹ്യ വിഷയമാണ്, ഒരു രാഷ്ട്രീയ വിഷയമാണ്, ഇതൊരു കാരുണ്യത്തിൻ്റെ വിഷയമാണ്, ആരോഗ്യത്തിൻ്റെ വിഷയമാണ്, ഒരു പൊതുവിഷയമാണ്. വളരെ സങ്കടകരമാണ് അവരുടെ കാര്യങ്ങൾ. 650 700 രൂപയൊക്കെയാണ് മാസം കിട്ടുന്നത്. ചിലർക്ക് 1000 കിട്ടുന്നു, ചിലർക്ക് 2000 കിട്ടുന്നു, ചിലർക്ക് 3000 കിട്ടുന്നു. എങ്ങനെ പോയാലും 5000 രൂപയ്ക്ക് താഴെയാണ് ഈ പരിപാടികളെല്ലാം. വളരെ സങ്കടകരമായൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ EPFന് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ടിന് ഒരു നീതിയും നിയമവും ഉണ്ടാകണം. ആർട്ടിക്കിൾ 21 അനുസരിച്ച് അന്തസ്സായി ജീവിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ വളരെ നാമമാത്രമായ പിച്ചക്കാശ് പോലെ, യാചകർക്ക് കിട്ടുന്ന പണം പോലെ, അല്ലെങ്കിൽ ഭിക്ഷയെടുക്കുന്നവർക്ക് കിട്ടുന്ന പണം പോലെ വളരെ നാമമാത്രമായ തുകയാണ് സർക്കാരിൽ നിന്ന് കിട്ടുന്നത്. അത് വളരെ കൃത്യമായി അത് വരുന്നു എന്നുള്ളൊരു കിട്ടുന്നു എന്നുള്ളൊരു കാര്യമൊഴിച്ചാൽ വളരെ നാമമാത്രമായ തുകയാണ്. അത് കൊടുക്കാനുള്ള സംവിധാനം ഗവൺമെൻറ് ചെയ്യണം. തീർച്ചയായിട്ടും ഇത് കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒന്നിച്ച് ഇതിനകത്ത് ഇടപെടേണ്ടതാണ്. വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ ചെയ്യേണ്ട ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും EPFകാരുടെ കാര്യത്തിൽ ഗവൺമെൻറ് ഗൗരവമായൊരു തീരുമാനമെടുക്കണം. അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും കുറച്ച് ഇൻസെൻറ്റീവ് കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിക്കണം. നിങ്ങൾ ആലോചിക്കൂ, 650 പെൻഷൻ വാങ്ങുന്ന ആളിന് വാർദ്ധക്യകാല പെൻഷനോ സാമൂഹ്യ പെൻഷനോ വിധവ പെൻഷനോ ഒന്നും വാങ്ങാൻ പറ്റത്തില്ല. സ്ത്രീകളാണെങ്കിൽ അത് 2000 രൂപയുണ്ട്. ഇതിനേക്കാൾ 650 750 കൂടുതൽ പക്ഷേ അത് വാങ്ങാൻ പറ്റത്തില്ല. കാരണം ഈ ഒരു പെൻഷൻ വാങ്ങുന്നത് കൊണ്ട് മറ്റത് വാങ്ങാൻ പറ്റത്തില്ല. അങ്ങനെ ഏതെങ്കിലുമൊക്കെ കൂടുതൽ വാങ്ങാനും കൂടുതൽ എണ്ണം പെൻഷൻ വാങ്ങാനും ഒക്കെ ഉള്ള സംവിധാനം ഒന്ന് ചെയ്തു കൊടുത്താൽ നന്നായിരുന്നു. എങ്ങനെയായാലും കൃത്യമായി പെൻഷൻ എല്ലാ മാസവും വരുന്നു എന്നുള്ള ഒരു ഉറപ്പ് വരുത്താൻ ഉള്ളൊരു ശ്രമം നടത്തേണ്ടതാണ്. അത് പലപ്പോഴും നടക്കുന്നില്ല എന്നുള്ളതാണ് വളരെ പരിതാപകരമായ കാര്യം. EPF ഓഫീസിൽ നിന്നുള്ള 2000 2500 രൂപ 2300 രൂപയൊക്കെയാണ് പലർക്കും കിട്ടുന്നത്. താഴേക്ക് വരുമ്പോൾ 650 500 രൂപ വരെ കിട്ടുന്ന ആളുകളുണ്ട്. ഇതിനൊരു മാറ്റം വരേണ്ട സമയമായ ഞാൻ പറഞ്ഞ പോലെ ഒരു 10,000 രൂപയെങ്കിലും ഓരോരുത്തർക്കും കിട്ടത്തക്ക രീതിയിൽ ഒരു സംവിധാനം ആലോചിക്കേണ്ടതാണ്. വളരെ കൃത്യമായി അത് കൃത്യമായി EPF ഓഫീസിലും EPF സംവിധാനവും അതിനകത്തേക്ക് പോകേണ്ടതാണ്. തീർച്ചയായിട്ടും കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും രണ്ട് ഗവൺമെൻറ് കൂടി ആലോചിച്ചുകൊണ്ട് ലേബർ കമ്മീഷണറുമൊക്കെ അതിനകത്ത് മുൻകൈ എടുക്കേണ്ടതാണ്. തീർച്ചയായിട്ടും EPFകാർക്ക് കൃത്യമായ ഒരു പെൻഷൻ സ്കീം, നല്ലൊരു പെൻഷൻ സ്കീം രാജ്യത്ത് നടപ്പിലാക്കേണ്ടതാണ്. 1 നാഷൻ 1 പെൻഷൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സമരത്തിലൊക്കെയാണ്. പക്ഷെ അതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും 1 ലക്ഷം രൂപ വരെ 1.5 ലക്ഷം രൂപ വരെ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അപ്പുറത്തുണ്ട്. പക്ഷേ ഇവിടെ 650 രൂപ പെൻഷൻ വാങ്ങുന്നത് വലിയ അനീതിയാണ്, കൊടിയ തുല്യതയില്ലായ്മയാണ്. അത് കുറേയെങ്കിലുമൊക്കെ പരിഹരിക്കാൻ സർക്കാരുകൾ കൃത്യമായി പ്രവർത്തിക്കേണ്ടതാണ്.